ഇവനായിരുന്നു എല്ലാത്തിനും. അവനെ കൂട്ടത്തിൽ കിടത്തിയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഇനി ഇഷ്ടപ്പെട്ട ആഹാരവും കൊടുത്ത് പുള്ളിക്ക് വയ്യാതായപ്പോൾ മുതൽ മുറിക്കകത്ത് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവൻ രാവിലെയും വൈകിട്ടും വന്ന് മുറിയുടെ വാതിൽക്ക് വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. അന്നേരം കൈ കാണിക്കും താച്ചാൻ അങ്ങ് പൊക്കോളാമെന്ന്. അന്നേരം പോയി അങ്ങ് മാറി നിൽക്കും. പിന്നെ വൈകിട്ട് അതേ സമയത്ത് വന്ന് നോക്കും. അന്നേരം കൈ കാണിക്കും പൊക്കോടാന്ന് പറയും. അങ്ങനായി പിന്നെ എന്നും അവന് കാണണം താച്ചാനെ. പക്ഷേ നേരത്തെയൊക്കെ താച്ചാൻ്റെ കൂട്ടത്തിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. കുഞ്ഞു പരുവത്തി റോഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ വയ്യാതായപ്പോൾ അങ്ങ് മാറ്റി. എന്നാലും താച്ചാൻ കഴിക്കുന്ന സമയത്താണെങ്കിലും എന്നും ഒരു ഉരുള ചോറ് അവന് വായി വെച്ച് കൊടുക്കണം, അല്ലേ അവന് വിഷമോ. അങ്ങനെ താഴെ വെക്കാതെ വളർത്തിക്കൊണ്ട് വന്നു. വൈകിട്ട് എന്നും 5 മണിയാകുമ്പോൾ അവൻ 2 പരിപ്പുവട ഒരു കട്ട്ലേറ്റും വേണം. അത് മേടിച്ചില്ലെങ്കിൽ അവൻ മുണ്ടേ ചെന്ന് കടിച്ചു പറിക്കും. അന്നേരം താച്ചാൻ സൈക്കിളിൽ പോയി 2 പരിപ്പുവട മേടിച്ച് ഒരു കട്ട്ലേറ്റും മേടിച്ചിട്ടുണ്ടെന്ന് കൊടുക്കും. മരിച്ച ദിവസം അവനെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ആ സമയത്ത് ഓടി വന്നെന്നറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ആംബുലൻസിലോട്ട് ചാടിക്കയറുന്നു. ഇവനെ പൂട്ടി സുരക്ഷിതമായിട്ട് ഇട്ടിരുന്നതാണ്. കാരണം എനിക്കറിയാം ഇവൻ താച്ചാൻ്റെ ഓടി വരുമെന്ന് ആ മണം പിടിച്ച്. എങ്ങനെ വന്നെന്നറിയത്തില്ല. ഏതായാലും ആംബുലൻസ് ചാടി വന്ന് കയറി. അന്ന് രാത്രിയിൽ കട്ടിലേ കയറി ആ തലവണ എല്ലാം മണപ്പിച്ച് ഭയങ്കര കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോഴാണേലും ആ മുറി ചെന്നിരുന്ന് ആ കട്ടിലല്ല അവൻ വൈകിട്ട് കിടക്കുന്നത്.